വെള്ളാപ്പള്ളി മോദിയെ കണ്ടത് ചില സംഗതികൾ നേടിയെടുക്കാനാണ്. വിപുലമായ രാഷ്ട്രീയ ആഗ്രഹങ്ങളുമായുള്ള വെള്ളാപ്പള്ളിയുടെ മടങ്ങിവരവ് യഥാർത്ഥത്തിൽ ആകുലപ്പെടുത്തുന്നത് CPIഎമ്മിനെയും കോൺഗ്രസുകാരെയുമാണ്. ലീഗും കേരള കോൺഗ്രസും രക്ഷിക്കും എന്ന് സുധീരന് സമാധാനിക്കാമെങ്കിലും CPIഎമ്മിന്റെ സ്ഥിതി അങ്ങനെയല്ല. അതുകൊണ്ട് കോടിയേരി ക്ഷുഭിതനാണ്. വയസ്സാം കാലത്ത് കാട്ടിക്കൂട്ടുന്ന മൂന്നാം മുന്നണി ഏർപ്പാടുകൾക്കെതിരായി രംഗത്തെത്തിയ കോടിയേരിയെ വെള്ളാപ്പള്ളി നിലം പരിശാക്കി കളഞ്ഞു. CPM ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗുരുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗുരു സന്ദേശം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നടേശ പരിപാലന സംഘമായി SNDPയെ മാറ്റുക, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവരാണ് ഗുരുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് SN കോളേജുകളൊക്കെ നേരത്തെ സ്ഥാപിച്ചത്. SN ട്രസ്റ്റ് സ്ഥാപിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ്. എന്നാൽ ഒരു LC ഓഫീസിന് പോലും ഗുരുവിന്റെ പേരിട്ടിട്ടില്ല. ഇപ്പൊ സ്ഥാപിക്കുന്ന പുതിയ കോളേജ് വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുള്ള കോളേജാണ് സ്ഥാപിക്കുന്നത്. എന്നാൽ ഒരു LC ഓഫീസിന് പോലും ഗുരുവിന്റെ പേരിട്ടിട്ടില്ല. വയസ്സാൻ കാലത്ത് കതിർ മണ്ഡപത്തിലേക്ക് പോകരുത്. വയസ്സാൻ കാലത്ത് കതിർ മണ്ഡപത്തിലേക്ക് പോകരുത്. അങ്ങനെ ഒന്നും ഒരു ആലോചന ഉണ്ടായിട്ടില്ലപ്പാ. വയസ്സാൻ കാലത്ത് കതിർ മണ്ഡപത്തിൽ പോകരുത്. എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ ഒക്കുന്ന കാര്യമാണോ ഇത്? ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട ബോഡികൾ ചർച്ച ചെയ്ത്, അല്ലാതെ ഒരു കാര്യം മുൻകൂട്ടി എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. കോടിയേരിക്ക് പിന്നാലെ കുടുംബവാദവുമായി എത്തിയത് VS ആണ്. എല്ലാം നടേശഗുരുവിന്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു അത്രേ. മോഡിയെയും മറ്റും കാണാൻ പോയിരിക്കുന്നത് നടേശൻ, അയാളുടെ ഭാര്യ പ്രീതി നടേശൻ, അതുപോലെ തന്നെ അയാളുടെ മകൻ തുഷാർ തുടങ്ങിയിട്ടുള്ളവരാണ്. അത് അവരുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കാനും സമ്പത്ത് നേടിയെടുക്കാനും മറ്റും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് വ്യക്തമല്ലേ. ഈ അവസരത്തിൽ അതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല. ഞാനും എന്തെങ്കിലും പറയണമല്ലോ എന്ന് പറഞ്ഞെത്തിയ സുധീറിനെയും വെള്ളാപ്പള്ളി ഓടിച്ചു വിട്ടു. VS ഈ ഗുരുദേവ ദർശനം എന്താണെന്നറിയാമോ? ഇതെല്ലാം പകൽ പോലെ വെളിച്ചമല്ലേ. ഗുരുദേവ ദർശനം കൂടാതെ നിൽക്കുന്നവനെ കാലുകാരനാണ് ഗുരുദേവ ദർശനം. മാധ്യമങ്ങളിൽ എല്ലാ റിപ്പോർട്ടും വരുന്നു. പരസ്പരം ഗ്രൂപ്പുകൾ തമ്മിൽ അടുപ്പിക്കലാണ് ഗുരുദേവ ദർശനം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഈ വൈദ്യം കൊണ്ട് അടുപ്പിക്കുക, ഇതൊക്കെയാണ് ഗുരുദേവ ദർശനം. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇത് ജനതാൽപര്യമോ നാടിൻ്റെ താല്പര്യമോ ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കാനുള്ള താല്പര്യമോ ഒന്നുമല്ലല്ലോ. അപ്പോൾ ശക്തി കൊടുക്കേണ്ടവൻ ഭിന്നിപ്പിക്കുന്ന ആ തന്ത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ദർശനങ്ങളല്ല. BJPക്കാർ ഒഴികെയുള്ളവരെയെല്ലാം അതും ഇതും പറഞ്ഞ് വെള്ളാപ്പള്ളി പേടിപ്പിച്ചു വിടുകയാണ്. ഇനി നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ആളുകളെ അണിനിരത്തി മൂന്നാം മുന്നണി ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ്. അതിനു മുമ്പായി മഞ്ചേശ്വരം മുതൽ പാറശാല വരെ രഥയാത്ര. ഇക്കാര്യത്തിൽ SNDP ഒഴികെയുള്ളവരുടെ നിലപാടുകൾ എന്തായിരിക്കും? G. സുകുമാരൻ നായരോട് നിരന്തര യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന നായർ സമാജത്തിന്റെ നേതാവ് പെരുമുറ്റം രാധാകൃഷ്ണന്റെ പ്രതീക്ഷകൾ മാത്രം കേട്ടാൽ മതി. വിശാല ഹിന്ദു ഐക്യമൊക്കെ അദ്ദേഹം, അത് ഞങ്ങൾക്കുണ്ട്. വിശാല ഹിന്ദു, ഇന്ത്യയിൽ ഉള്ളവർ മുഴുവൻ ഹിന്ദുക്കളാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്ന ഐക്യത്തോടെ നമുക്ക് യോജിപ്പില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ ഒന്നാണ്. അതാ സത്യം. ആ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണഘടന ഇവിടെ നിർമ്മിച്ചിട്ടുള്ളതും ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. പിന്നെ മറ്റേ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ തമാശയായിട്ട് പറയാം, ഈ നിങ്ങൾ ഇവിടെയൊക്കെ നമ്മുടെ ഈ കാർ കമ്പനിക്കാരൊക്കെ ഉണ്ട്. അവർ സാധാരണ പറയും, എന്ത് പറയും, 1 രൂപയും കൊണ്ട് വന്നാൽ ഇന്ന് കാർ കൊടുക്കാമെന്ന്. നമ്മളൊക്കെ രാവിലെ എഴുതുന്നത് അതിനിടയ്ക്ക് അവരിങ്ങനെ സ്റ്റാർ ഇട്ടിട്ട് പറയും കണ്ടീഷൻ സപ്ലൈ. അപ്പോൾ 25,000 രൂപ ആദ്യം അടയ്ക്കണമെന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ നായാടി മുതൽ നമ്പൂതിരി. കാരണം അദ്ദേഹം പറയുന്ന നായാടി മുതൽ നമ്പൂതിരി വരെ സ്റ്റാർ ഈഴവ സമുദായത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം നോക്കും. ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. ഇമാതിരി അഭിപ്രായങ്ങളുമായി നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള നിരവധി സംഘടനകളും നേതാക്കളും ക്യൂ നിൽക്കുന്നുണ്ട്. അതൊന്നും കേൾപ്പിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് നന്മ പ്രസംഗം. നിങ്ങളതിനെ വളച്ചൊടിച്ച് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ചൂടേറിയ സാധനം ഉണ്ടാക്കുന്നതിനേക്കാൾ മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചൊല്ലുവിൻ ഭവാന്മാരൻ